ഞാൻ പിന്നെ അടിക്കാം. ഗുഡ് ഈവനിങ്. കേൾക്കുന്നുണ്ട് എല്ലാവർക്കും? കേൾക്കുന്നുണ്ട്. ഓക്കെ. അപ്പോൾ നമ്മുടെ അപ്പോൾ നമ്മൾക്ക് ഇന്ന് ചെറിയ രീതിയിലുള്ളൊരു ട്രബിളുകൾ ഉണ്ട്. അപ്പോൾ കേൾക്കുന്നതിലോ കാണുന്നതിലോ എന്തെങ്കിലും ചെറിയ ക്ലാരിറ്റി കുറവുണ്ടെങ്കിലും ക്ഷമിക്കണം. ഇന്ന് നമുക്ക് ചെറിയൊരു അസൗകര്യം നേരിട്ടത് കൊണ്ടാണ് ഇങ്ങനൊരു സെറ്റപ്പിൽ നമുക്ക് ചെയ്യേണ്ടി വന്നത്. അപ്പോൾ ഓക്കെയാണ്. നമ്മുടെ ക്ലാസ്സിൽ പുതുതായി ജോയിൻ ചെയ്ത ആളുകളാണ് കൂടുതലുള്ളത് എന്നാണ് മനസ്സിലാക്കുന്നത്. മുന്നേ വർക്കൗട്ടും ഡയറ്റൊക്കെ എടുത്ത് ശീലിച്ചു വന്ന ആളുകൾ ആരെങ്കിലും ഉണ്ടോ? പുതുതായിട്ട് ക്ലാസ്സിൽ ജോയിൻ ചെയ്തവരല്ലാത്ത ആളുകൾ? വർക്കൗട്ട് എടുക്കാറൊക്കെ ഉണ്ട്. ഓക്കെ. എന്തായിരുന്നു നിങ്ങളുടെയൊക്കെ റിസൾട്ട് കാര്യങ്ങളൊന്ന് പറയാമോ? ഒന്നര മാസമായി. ഓക്കെ. എന്തായിരുന്നു വർക്കൗട്ടും ഡയറ്റൊക്കെ ചെയ്തിട്ടുള്ള ഒരു മാറ്റം എന്ന് പറയാമോ? 5 ദിവസം. വെരി ഗുഡ്. എത്ര ദിവസം കൊണ്ടായിരുന്നു? ഇപ്പൊ ഒരു 15 ദിവസം കഴിഞ്ഞ് 20 ദിവസമായിട്ടുണ്ടാവും. വെരി ഗുഡ്. തീർച്ചയായിട്ടും ഡയറ്റും അതുപോലെ വർക്കൗട്ടൊക്കെ ഇതുപോലെ തന്നെ ഫോളോ ചെയ്ത് കൊണ്ടുപോവുക. തീർച്ചയായിട്ടും നല്ല രീതിയിലുള്ള മാറ്റങ്ങൾ നമുക്ക് വരുത്താൻ കഴിയും. ഓക്കെ. അപ്പം കൂടുതൽ ആളുകളും പുതുതായിട്ട് ജോയിൻ ചെയ്ത ആളുകൾ തന്നെയാണ്. അപ്പൊ അവർക്ക് വേണ്ടിയിട്ടാണ് നിങ്ങൾക്ക് വർക്കൗട്ടിന്റെ വീഡിയോകളൊക്കെ ഒരുപക്ഷെ നമ്മുടെ ഡയറ്റ് ട്രെയിനറൊക്കെ അയച്ചു തന്നിട്ടുണ്ടാകും. അപ്പോ നമ്മൾ ഓരോ ദിവസവും എങ്ങനെയാണ് വർക്കൗട്ട് ചെയ്യേണ്ടത് എന്നുള്ളതും അതുപോലെ വാമപ്പായിട്ട് നമ്മൾ എങ്ങനെയൊക്കെയാണ് ചെയ്യേണ്ടത് എന്നുള്ളതാണ് നമ്മുടെ ഈ ആഴ്ചയിലുള്ള വർക്കൗട്ട് ക്ലാസ് കൊണ്ട് നമ്മൾ ഉദ്ദേശിക്കുന്നത്. ഓക്കെ. അപ്പൊ നമ്മൾ ഓരോ ദിവസവും നമ്മുടെ വർക്കൗട്ട് വർക്കൗട്ട് ക്ലാസ് നമ്മുടെ വീഡിയോകളൊക്കെ അയച്ചു തന്നിട്ടുണ്ടാവും. അപ്പൊ അതിലുള്ള വർക്കൗട്ടുകളൊക്കെ നിങ്ങൾക്ക് കഴിയുന്ന രീതിയിലൊക്കെ നിങ്ങൾ ചെയ്യാം. അപ്പൊ ഓരോ ദിവസവും നമ്മൾ എങ്ങനെയാണ് രാവിലെ നിങ്ങൾ ഓരോ മേഖലയിൽ വർക്ക് ചെയ്യുന്ന ആൾ ചില ആളുകൾക്ക് വൈകുന്നേരം ആയിരിക്കും. ഒഴിവ് സമയത്തിനനുസരിച്ച് ഏത് സമയത്താണോ ആ സമയത്ത് നമ്മൾ വർക്കൗട്ടുകൾ വാമപ്പ് ചെയ്തിട്ടാണ് വർക്കൗട്ടിലേക്ക് പോകേണ്ടത്. അപ്പൊ നമ്മൾ എങ്ങനെയാണ് വാമപ്പായിട്ട് നമ്മൾ വർക്കൗട്ട് കാര്യങ്ങൾ ചെയ്യേണ്ടത് എന്നുള്ളതാണ് നമ്മൾ ഈ ആഴ്ചയിലുള്ള ലൈവ് ക്ലാസ്സിലൂടെ നിങ്ങൾക്ക് കാണിച്ചു തരുന്നത്. അപ്പോൾ നമ്മൾ ഓരോ ദിവസവും സ്റ്റാർട്ടിങ്ങില് നമ്മുടെ കൈ ഇതുപോലെ ആദ്യം വലത് കൈ ഇതുപോലെ മുൻഭാഗത്തേക്ക് റൊട്ടേഷൻ ചെയ്യണം. അപ്പൊ ഞാനിവിടെ സമയപരിമിതി കൊണ്ട് തന്നെ ഞാൻ ഈ പറയുന്ന എണ്ണം ഇവിടെ കാണിച്ചു തരുന്നുണ്ടാവില്ല. അപ്പൊ ഞാൻ എണ്ണം പറയുന്നുണ്ട്. ഒരു 20 തവണ അല്ലെങ്കിൽ 25 തവണ ഇതുപോലെ നമ്മുടെ വലത് കൈ മുൻഭാഗത്തേക്ക് കറക്കാം, റൊട്ടേഷൻ ചെയ്യാം. അങ്ങനെ 20 അല്ലെങ്കിൽ 25 തവണ ചെയ്തതിന് ശേഷം നമ്മുടെ പുറകുവശത്തേക്ക് ഇതുപോലെ ഒരു 20 അല്ലെങ്കിൽ 25 തവണ ഇതുപോലെ റൊട്ടേഷൻ ചെയ്യാം. ഓക്കെ. മുൻഭാഗത്തേക്ക് നമ്മൾ എത്രയാണോ ചെയ്യുന്നത് അതേ അളവിൽ നമ്മുടെ ബാക്ക് സൈഡിലേക്കും അതുപോലെ റൊട്ടേഷൻ ചെയ്യാം.
അതുപോലെ ഇടതേ കൈ നമ്മുടെ ലെഫ്റ്റ് ഹാൻഡ് ഇതുപോലെ മുൻഭാഗത്തേക്ക് ഒരു 20 അല്ലെങ്കിൽ 25. അപ്പൊ ചെയ്യുന്ന സമയത്ത് ശ്രദ്ധിച്ച് ചെയ്യാം. നമ്മൾ വളരെ വേഗത്തിൽ സ്പീഡായിട്ട് ചെയ്യേണ്ടതില്ല. നോർമലി നമുക്ക് ഒരു സാവകാശം ചെയ്യുന്നത് വൃത്തിയായിട്ട് ചെയ്യാം എന്നുള്ളതാണ്. അപ്പൊ ഒരു 20-25 തവണ മുൻഭാഗത്തേക്ക് ഇതുപോലെ റൊട്ടേഷൻ ചെയ്തതിന് ശേഷം നമ്മുടെ ബാക്ക് സൈഡിലേക്കും ഇതുപോലെ ഒരു 20 അല്ലെങ്കിൽ 25 തവണ ഇതുപോലെ റൊട്ടേഷൻ ചെയ്യാം. ഓക്കെ, അത് രണ്ടും ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ രണ്ട് കൈ ഒരുമിച്ചാണ് നമുക്ക് ചെയ്യേണ്ടത് ഇതുപോലെ. ഓക്കെ, ഇതുപോലെ ഒരു മുൻഭാഗത്തേക്ക് 15-20 തവണ ചെയ്തതിന് ശേഷം നമ്മുടെ ബാക്ക് സൈഡിലേക്കും അതിന്റെ കാണുന്നില്ലല്ലോ, സ്റ്റെക്ക് ആവുന്നുണ്ടല്ലോ, ഒന്നും മനസ്സിലാവുന്നില്ല. ഒന്നും കാണുന്നില്ല. റുക്സാനയുടെ പ്രസന്റിംഗ് മോഡിലാണ് ഇപ്പൊ കാണുന്നത്. അങ്ങനെ തന്നെയാണ് എല്ലാവർക്കും കാണുന്നത്. സാറില്ല, കാണുന്നില്ല. സാറേ റുക്സാനയുടെ പ്രസന്റിംഗ് മോഡാണ് ഇപ്പൊ കാണുന്നത്. സാറിന് കാണുന്നില്ല. കാണുന്നില്ലല്ലോ. ഒന്നും കാണുന്നില്ലല്ലോ. സാറിന്റെ വീഡിയോ പോയേക്കാണ് തോന്നുന്നു. ഇപ്പൊ ക്ലിയർ ആണല്ലോ അല്ലേ? കേൾക്കുന്നുണ്ടല്ലോ അല്ലേ? വീഡിയോ ഒന്നും കാണാൻ പറ്റുന്നില്ല കേട്ടോ. ഒന്നും കാണുന്നില്ല. ജസ്റ്റ് നെറ്റ്വർക്ക് പ്രോബ്ലം വന്നതുകൊണ്ടാണ്. ഇപ്പൊ ക്ലിയർ ആണല്ലോ അല്ലേ? അപ്പൊ നമ്മള് പറഞ്ഞു വന്നിരുന്നത് നമ്മളെ രണ്ട് കൈയും നമ്മൾ ഒരുമിച്ച് മുൻഭാഗത്തേക്ക് ഇതുപോലെ ഒരു 15-20 തവണ ചെയ്യാം. ഓക്കെ, അപ്പൊ ഞാൻ നേരത്തെ പറഞ്ഞു വന്നിരുന്നത് ഞാനിവിടെ പറയുന്ന അത്ര എണ്ണം ഞാൻ ചെയ്ത് കാണിക്കുന്നില്ല. നിങ്ങൾക്ക് ഞാൻ മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് പറയുന്നുണ്ട് എത്ര എണ്ണമാണ് നിങ്ങൾ ചെയ്യേണ്ടത്. കാണുന്നില്ലല്ലോ. എപ്പോഴും കാണുന്നില്ലേ? കാണുന്നുണ്ട്. ഓക്കെ, അപ്പൊ നമ്മള് മുൻഭാഗത്തേക്ക് എത്ര എണ്ണം ചെയ്തോ അതേ അളവിൽ നമ്മൾ ബാക്ക് സൈഡിലേക്കും രണ്ട് കൈ ഒരുമിച്ച് ചെയ്യാൻ ശ്രമിക്കുക. നമ്മൾ ആദ്യം ചെയ്തിട്ടുണ്ടായിരുന്നത് ഒരു കൈ മാത്രമായിട്ടായിരുന്നു. പിന്നീട് നമ്മൾ മുൻഭാഗത്തേക്ക് രണ്ട് കൈ ഒരുമിച്ച് ചെയ്തു. അതുപോലെ ബാക്ക് സൈഡിലേക്ക് നമ്മൾ രണ്ട് കൈ ഒരുമിച്ച് റൊട്ടേഷൻ ചെയ്യാം. ഓക്കെ, നമ്മളെ ഈ സൈഡൊക്കെ നമ്മൾ മൊത്തത്തിൽ ഒന്ന് ലൂസാക്കി എടുക്കുകയാണ് നമ്മൾ. ഓക്കെ, നമ്മൾ ആദ്യം തന്നെ വർക്കൗട്ടും പുഷപ്പ് പോലെയുള്ള വർക്കൗട്ടുകളൊക്കെ നമുക്ക് ചെയ്യേണ്ടതുണ്ട്. അപ്പൊ അതിന് മുൻപായിട്ട് നമുക്ക് നമ്മുടെ ശരീരത്തെ മൊത്തത്തിൽ ഒന്ന് ലൂസാക്കി എടുക്കണം. അതിന് വേണ്ടിയിട്ടാണ് നമ്മൾ ഈ പ്രോസസ് ഒക്കെ ചെയ്യുന്നത്. ഓക്കെ, അപ്പൊ നമ്മൾ അങ്ങനെ ചെയ്ത് കഴിഞ്ഞാൽ അതിനുശേഷം നമ്മൾ ഇതുപോലെ ഓക്കെ ഇതുപോലെ ഓക്കെ ഇത് നമ്മളൊരു 15 തവണ ഇതുപോലെ മാക്സിമം മുകളിലേക്ക് നമ്മുടെ കൈ സ്ട്രൈറ്റ് ആയിട്ട് ഉയർത്തുക. മാക്സിമം മുകളിലേക്ക് നമ്മുടെ കൈ ഇതുപോലെ സ്ട്രൈറ്റ് ആയിട്ട് ഉയർത്തുക. ഓക്കെ, ക്ലിയർ ആകുന്നുണ്ടല്ലോ അല്ലേ? ഹലോ, അപ്പൊ നമ്മള് ഇങ്ങനെ നമ്മൾ ഓരോ അധികം വർക്കൗട്ട് ചെയ്ത് പരിചയം ഇല്ലാത്ത ആളുകളാണെങ്കിൽ നമ്മൾ ഓരോ വർക്കൗട്ട് വാമപ്പ് ആയിട്ടുള്ള കാര്യങ്ങൾ ചെയ്ത് കഴിഞ്ഞാൽ ഒരു വാമപ്പ് കഴിഞ്ഞാൽ ഒരു 1-2 മിനിറ്റ് റെസ്റ്റ് എടുത്തിട്ട് നെക്സ്റ്റ് വാമപ്പിലേക്ക് കടന്നാൽ മതി. ഓക്കെ, പരിചയമില്ലാത്ത ആളുകൾക്ക് വേണ്ടിയിട്ടാണ് പറഞ്ഞു തരുന്നത്. അപ്പൊ നമ്മളിപ്പോ കൈന്റെ ഈ റൊട്ടേഷൻ ഒക്കെ ചെയ്ത് കഴിഞ്ഞാൽ
1 മിനിറ്റോ അല്ലെങ്കിൽ ഒരു 2 മിനിറ്റ് റെസ്റ്റ് എടുത്തതിന് ശേഷം നെക്സ്റ്റ് വർക്കൗട്ടിലേക്ക് കടക്കുക. ഓക്കെ, അതിനുശേഷം നമ്മൾ കൈ ഇതുപോലെ നമ്മളുടെ ഷോൾഡറിലേക്ക് ഇതുപോലെ കൈ വെച്ചതിന് ശേഷം ഇതുപോലെ റൊട്ടേഷൻ ചെയ്യാം. ഓക്കെ, ഇതുപോലെ ഒരു 15 അല്ലെങ്കിൽ 20 തവണ ഇതുപോലെ റൊട്ടേഷൻ ചെയ്യാം. മുൻഭാഗത്തേക്ക് നമ്മൾ എത്രയാണോ ചെയ്തത് അതേ അളവിൽ ബാക്ക് സൈഡിലേക്ക്. മുൻഭാഗത്തേക്ക് ചെയ്ത് കഴിഞ്ഞാൽ മുൻഭാഗത്തേക്ക് ചെയ്ത അതേ അളവിൽ അതേ എണ്ണത്തിൽ നമ്മൾ ബാക്ക് സൈഡിലേക്കും ഇതുപോലെ വർക്കൗട്ട് വാമപ്പ് ചെയ്യാം. ഓക്കെ ആണല്ലോ അല്ലേ? അതിനുശേഷം നമ്മുടെ ഹിപ്പില് ഇതുപോലെ കൈ വെച്ച് ചെറിയ രീതിയിൽ ഒന്ന് റൊട്ടേഷൻ ചെയ്യാം. ആദ്യമായിട്ട് ചെയ്യുന്ന ആളുകളാണെങ്കിൽ ശ്രദ്ധിച്ച് സാവകാശത്തിൽ ചെയ്താൽ മതി. ഓക്കെ, പിന്നെ നിങ്ങൾ ആ മൈക്ക് ഒന്ന് മ്യൂട്ട് ചെയ്യുകയാണെങ്കിൽ ബാക്കിയുള്ള ആളുകൾക്ക് ബുദ്ധിമുട്ടില്ലാതിരിക്കാൻ വേണ്ടിയിട്ടായിരുന്നു. ഓക്കെ, നമ്മൾ വലത് ഭാഗത്തേക്ക് ഇതുപോലെ റൊട്ടേഷൻ ചെയ്യാം. ഒരു 10 തവണയോ അല്ലെങ്കിൽ ഒരു 15 തവണയോ ഇതുപോലെ റൊട്ടേഷൻ ചെയ്തതിന് ശേഷം അതിന്റെ ഓപ്പോസിറ്റ് സൈഡിലേക്ക്, നമ്മൾ വലത് ഭാഗത്തേക്കാണ് ആദ്യം ചെയ്തതെങ്കിൽ അതിന്റെ ഓപ്പോസിറ്റ് ഇടത് ഭാഗത്തേക്ക് ഇതുപോലെ റൊട്ടേഷൻ ചെയ്യാം. ഹലോ മാം, നിങ്ങള് സംസാരിക്കുന്നവരന്ന് മൈക്ക് മ്യൂട്ട് ചെയ്യുകയാണെങ്കിൽ വലിയ ഉപകാരമായിരിക്കും. മറ്റുള്ള ആളുകൾക്ക് ഒരു അലോസരം ഉണ്ടാകരുത്. മൈക്ക് ഓഫ് ചെയ്യാൻ പറയൂ. ഓക്കെ, അപ്പൊ നമ്മള് റൊട്ടേഷൻ ചെയ്ത് കഴിഞ്ഞാൽ ഇനി കാണിക്കുന്ന വർക്കൗട്ട് അത് ബാക്ക് പെയിൻ ഉള്ള ആളുകളാണെങ്കിൽ ഒരു കാരണവശാലും അവർ ചെയ്യേണ്ടതില്ല. ബാക്ക് പെയിൻ ഉള്ള ആളുകൾക്ക് അവർക്ക് സ്പെഷ്യൽ ആയിട്ടുള്ള വർക്കൗട്ടിന്റെ വീഡിയോ ഉണ്ട്. നമ്മുടെ ഡോക്ടർ നമുക്ക് കാണിച്ചു തരുന്ന വീഡിയോ ഉണ്ട്. നമ്മുടെ ഡയറ്റ് ട്രെയിനേഴ്സിന്റെ അടുത്ത് ചോദിച്ചു കഴിഞ്ഞാൽ ആ വീഡിയോ നിങ്ങൾക്ക് അവർ അയച്ചു തരും, അതിന്റെ ലിങ്കുകൾ അയച്ചു തരും. അപ്പൊ ബാക്ക് പെയിൻ നല്ലവണ്ണം ബാക്ക് പെയിൻ ഉള്ള ആളുകളാണെങ്കിൽ ഞാൻ ഇപ്പൊ കാണിക്കുന്ന വർക്കൗട്ട് അവർ ഒരു കാരണവശാലും ചെയ്യരുത്. ഓക്കെ, നമ്മൾ ഇതുപോലെ നമ്മുടെ കൈയിന്റെ ഈ വെള്ള ഭാഗം നമ്മുടെ ഈ മുട്ടുകാല് വളയാതെ സ്ട്രൈറ്റ് ആക്കി വെച്ചിട്ട് നമ്മുടെ കൈയിന്റെ ഈ വെള്ള ഭാഗത്തെ ഫ്ലോറിൽ ടച്ച് ചെയ്യിപ്പിക്കുക എന്നുള്ളതാണ്. അപ്പൊ നല്ല രീതിയിൽ വയറുള്ള ആളുകള്, നല്ല തടിയുള്ള ആളുകളാണെങ്കിൽ ഒരു പക്ഷെ ഫസ്റ്റ് ആയിട്ട് ചെയ്യുമ്പോൾ ചെറിയ രീതിയിലുള്ള പ്രയാസങ്ങൾ ഉണ്ടാകും. ആദ്യം തന്നെ നമ്മുടെ കൈയിന്റെ വെള്ളഭാഗം ഫ്ലോറിൽ ടച്ച് ചെയ്യിക്കുന്നതിൽ വലിയ വിജയമൊന്നും കാണില്ല. പക്ഷെ കണ്ടിന്യൂ ആയിട്ട് ചെയ്ത് കഴിഞ്ഞാൽ ഉറപ്പായിട്ടും നിങ്ങൾക്ക് അത് ചെയ്യാൻ കഴിയും. ഓക്കെ, അപ്പൊ ഞാൻ ഓരോ ദിവസവും നമുക്ക് താഴേക്കുള്ളതിന്റെ അളവ് കൂട്ടി വരാനുള്ള ഒരു മെത്തേഡ് കൂടെ ഞാൻ കാണിച്ചു തരാം. അപ്പൊ എങ്ങനെയാണെന്ന് വെച്ചാൽ ഇതുപോലെ മാക്സിമം കുനിഞ്ഞതിന് ശേഷം നമ്മുടെ കൈ ഇതുപോലെ ചെറിയൊരു ആട്ടം നമ്മൾ ആ ഒരു ലെവലിൽ നിന്നിട്ട് ആടി കൊടുക്കുക താഴത്തേക്ക്. അപ്പൊ നമ്മൾ ഓരോ ദിവസവും നമുക്ക് താഴത്തേക്ക് മാക്സിമം താഴേക്ക് ചെയ്യാൻ കഴിയും. അപ്പൊ ശ്രദ്ധിച്ചോളൂ, ഇതുപോലെ ഇത്രയേ ചെയ്യാൻ കഴിയുന്നുള്ളൂ എങ്കിൽ അത്ര ചെയ്യാം. എന്നിട്ട് ചെറിയ രീതിയിലുള്ള ഒരു ആട്ടം നമ്മൾ അവിടെ ആടി കൊടുക്കുക. അപ്പം ഓരോ ദിവസവും നമുക്ക് താഴത്തേക്ക് കൂടുതൽ ചെയ്യാൻ കഴിയും. അപ്പോ ഇതുപോലെ ചെയ്ത് അതിന്റെ ഏറ്റവും ടോപ്പ് ആയിട്ടുള്ള വേർഷൻ നമ്മുടെ കൈയിന്റെ വെള്ളഭാഗം ഫ്ലോറിൽ ടച്ച് ചെയ്യുക എന്നുള്ളതാണ്. ഓക്കെ, അപ്പൊ നമ്മൾ കൈ ഇതുപോലെ ഫ്ലോറിൽ ടച്ച് ചെയ്ത് ഇതുപോലെ ബാക്കിലേക്ക്. ഓക്കെ, ഇതുപോലെ ഫ്ലോറിൽ ടച്ച് ചെയ്യാൻ കഴിയുന്നില്ലെങ്കിൽ പേടിക്കണ്ട. ആദ്യം എത്രയാണോ നമുക്ക് ചെയ്യാൻ കഴിയുന്നത് അതേ അളവിൽ നമ്മൾ മുൻഭാഗത്തേക്ക് കുനിഞ്ഞതിന് ശേഷം പുറകിലേക്ക്. ഈ ഒരു വർക്കൗട്ട് നമ്മൾ ഒരു 7 or 8 തവണ ചെയ്യാം. ഓക്കെ, അപ്പൊ ഞാൻ വീണ്ടും പറയുകയാണ്, ബാക്ക് പെയിൻ ഉള്ള ആളുകളാണെങ്കിൽ ഈ വർക്കൗട്ട് അവോയ്ഡ് ചെയ്യുന്നതാണ് നല്ലത്. അവർക്ക് സ്പെഷ്യൽ ആയിട്ടുള്ള ബാക്ക് പെയിൻ മാറാൻ വേണ്ടിയിട്ടുള്ള ഒരുപാട് വർക്കൗട്ടുകൾ, അതിന്റെ വീഡിയോ ലിങ്കുകളൊക്കെ നിങ്ങൾക്ക് നമ്മുടെ ഡയറ്റ് ട്രെയിനേഴ്സ് അയച്ചു തരും, അവരോട് ചോദിച്ചു കഴിഞ്ഞാൽ. ഓക്കെ ആണല്ലോ അല്ലേ?
അതിനുശേഷം നമ്മുടെ മുട്ടുകാലിൽ ഇതുപോലെ കൈകൾ വെച്ച് ഇതുപോലെ റൊട്ടേഷൻ ചെയ്യാം. പോയി ഓക്കെ, ഹലോ ഇതുപോലെ റൊട്ടേഷൻ ചെയ്യാം. ഹലോ മൈക്ക് ടെസ്റ്റിംഗ്. ഹലോ, ക്ലിയർ ആണല്ലോ അല്ലേ? ഇല്ല കാണുന്നില്ല. എവിടെയാ പോകുന്നത്? നമ്മൾക്ക് എല്ലാവർക്കും ക്ലിയർ ആണ്. ആശ മാഡത്തിന്റെ പ്രശ്നമായിരിക്കുള്ളൂ നെറ്റിന്റെ. തീർച്ചയായിട്ടും അങ്ങനെ തന്നെയാണ് നമുക്ക് മനസ്സിലാകുന്നത്. ക്ലിയർ ആവുന്നുണ്ട് കേട്ടോ. ക്ലിയർ ആണ്, കാണുന്നുണ്ട്. ആശ മാഡം പ്ലീസ് ഒന്ന് നെറ്റ് ഇത് ചെയ്താല് മ്യൂട്ട് ചെയ്താല് നല്ലതായിരുന്നു, വോള്യം. നിങ്ങൾ ചെയ്യുമ്പോൾ കൂടെ ചെയ്യണോ? ഇല്ല, നിങ്ങളിപ്പോ കണ്ട് മനസ്സിലാക്കിയാൽ മതി. കഴിയുന്ന ആളുകൾ ഇപ്പൊ ചെയ്താൽ മതി കൂടെ. ഓക്കെ, കഴിയുന്ന ആളുകൾ മാത്രം കൂടെ ചെയ്താൽ മതി. ഞാനിപ്പോ എണ്ണം പറയുന്ന അത്രയും ഇവിടെ ചെയ്യുന്നില്ല, അപ്പൊ നിങ്ങൾക്ക് കൺഫ്യൂഷൻ വരേണ്ടതില്ല. നിങ്ങൾ നിങ്ങളുടെ സമയം പോലെ കാമായിട്ട് റിലാക്സ് ആയിട്ട് വർക്കൗട്ടുകൾ ചെയ്യാം, സമയം എടുത്ത് ചെയ്യാം. ഓക്കെ, അപ്പൊ നമ്മൾ ഇപ്പൊ കാണിക്കണ ബാക്ക് പെയിൻ ഉള്ളവര് ചെയ്യാൻ പറ്റാത്തതാ? അല്ല, ബാക്ക് പെയിൻ ഉള്ളവർക്ക് ഞാൻ ആ പറഞ്ഞത് മാത്രം. നമ്മൾ മുൻഭാഗത്തേക്ക് കുനിഞ്ഞ് ബാക്കിലേക്ക് ഇങ്ങനെ വളഞ്ഞ് ചെയ്ത ഈ ഒരു വർക്കൗട്ട് മാത്രമാണ് ബാക്ക് പെയിൻ ഉള്ള ആളുകൾ ചെയ്യാണ്ടത്. ഇനിയുള്ളതൊക്കെ ചെയ്യാവുന്നതാണ്. ഓക്കെ, ഇത് മുട്ടുവേദനയുള്ള ആളുകൾക്ക് കൂടെ നല്ലതാണ്. അവർക്ക് ഫസ്റ്റ് ടൈമിൽ 1, 2, 3 ദിവസം ഒരു പക്ഷെ നമ്മുടെ മുട്ടുകാലിന്റെ ഈ ഭാഗത്തു നിന്നൊക്കെ ചെറിയ ശബ്ദങ്ങളൊക്കെ ഉണ്ടായിട്ടുണ്ടെന്ന് പറഞ്ഞിട്ടുണ്ട് പല ആളുകളും. പക്ഷെ ഒരു 3 ദിവസം കണ്ടിന്യൂ ആയിട്ട് ചെയ്ത് 4ാമത്തെ ദിവസം വലിയ മാറ്റം, നല്ല രീതിയിലുള്ള മാറ്റം പറഞ്ഞ ആളുകൾ ഒരുപാടുണ്ട്. ഓക്കെ, അപ്പൊ അവർക്ക് വേണ്ടിയിട്ടാണ് മുട്ടുകാലിന് വേദനയുള്ള ആളുകളൊക്കെ ആണെങ്കിലും അവർക്ക് ചെയ്യാവുന്നതാണ്. ഓക്കെ, ഇതുപോലെ. ഓക്കെ, വലത് ഭാഗത്തേക്ക് നമ്മൾ ഒരു 10ഓ 15ഓ തവണ ചെയ്തതിന് ശേഷം അതിന്റെ ഓപ്പോസിറ്റ് സൈഡിലേക്ക് ഇതുപോലെ. ഓക്കെ, പുറത്തു പോണ്ടേ? ഇതുപോലെ ഒരു 15 തവണ ഇടത് ഭാഗത്തേക്കും ചെയ്യാം. ഓക്കെ ആണല്ലോ അല്ലേ? ഇനി നമ്മൾ ചെയ്യുന്നത് മുട്ടുവേദനയുള്ള ആളുകൾക്ക് നല്ല രീതിയിൽ എഫക്റ്റ് ആയിട്ടുള്ള ഒരു വർക്കൗട്ട് തന്നെയാണ്. അപ്പൊ അതിന് വേണ്ടിയിട്ട് നമ്മുടെ കൈ ഇതുപോലെയാണ് കൈ വെച്ചിട്ടുള്ളത്. ഓക്കെ, കൈ ഇതുപോലെ നമ്മുടെ ഹെഡിന് പുറകിലായിട്ട് ഇതുപോലെ കൈകൾ വെച്ച്, എന്നെ ഫുഡ് സ്റ്റെപ്പ് കൂടെ ശ്രദ്ധിക്കണേ. എന്റെ വലത് കാല് ഫ്രണ്ടിലാണ്, ഇടത് കാല് ബാക്കിലാണ്. ഇതുപോലെ നിന്നതിന് ശേഷം കാണുന്നുണ്ടെന്ന് വിശ്വസിക്കാണ്. നമ്മുടെ ഈ മുട്ട് ഫ്ലോറിൽ ടച്ച് ചെയ്യേണ്ടതില്ല. ഓക്കെ, 1 മാക്സിമം ഫ്ലോറിൽ ടച്ച് ചെയ്യാതെ എന്നാൽ ഫ്ലോറിലേക്ക് മാക്സിമം എത്തിക്കുക. ഓക്കെ, 2 3 4 5 6. ഓക്കെ, ഇതുപോലെ ഒരു 15ഓ 20ഓ തവണ ചെയ്യാം. നമ്മളെ മക്കളെ കൂടെ ഉണ്ടെങ്കിൽ അവർ കണ്ടോട്ടെ. വർക്കൗട്ടുകളൊക്കെ നല്ലതാണ്, അവരെ പറഞ്ഞയച്ച് നിരുത്സാഹപ്പെടുത്തേണ്ടതില്ല. അപ്പോൾ നമ്മുടെ ഇടത് കാല് മുൻഭാഗത്തേക്ക് വെച്ച് വലത് കാല് ബാക്ക് സൈഡിലേക്ക് വെച്ച്. ഓക്കെ, നമ്മുടെ തടിയുള്ള ആളുകൾക്ക് മാത്രമല്ല, തടി കുറയാൻ വേണ്ടിയിട്ട് മാത്രമല്ല, നല്ല ആരോഗ്യമുള്ള ഒരു ശരീരത്തിന് വേണ്ടി എന്നും എല്ലാവർക്കും വർക്കൗട്ട് എന്നും ഉത്തമം തന്നെയാണ്. ഓക്കെ, അപ്പൊ ഇടത് കാല് ഫ്രണ്ടിലേക്ക് വെച്ച് വലത് കാല് ബാക്കിലേക്ക് വെച്ച് നമ്മൾ വലത് കാലിന് വേണ്ടിയിട്ട് പറ്റുമോ? സർജറി ചെയ്ത ആളുകൾക്ക് ആദ്യം തന്നെ ഇങ്ങനെ ചെയ്യേണ്ടതില്ല. സർജറി ഒക്കെ ചെയ്ത് നല്ല രീതിയിൽ മാറിയിട്ടുണ്ടെങ്കിൽ അവർക്ക് ചെയ്യാവുന്നതാണ്. ഓക്കെ, നല്ല രീതിയിൽ സാധാരണ കാമായിട്ടുള്ള ആളുകൾ ചെയ്യുന്ന കാര്യങ്ങളൊക്കെ ചെയ്യാൻ കഴിയുന്നുണ്ടെങ്കിൽ അവർക്ക് ചെയ്യാവുന്നതാണ്. അപ്പൊ ഓക്കെ, ഇതുപോലെ നമ്മൾ വലത് കാലിന് വേണ്ടിയിട്ട് എത്രയാണോ ചെയ്തിട്ടുള്ളത് അതുപോലെ ഇടത് കാലിലും അതേ അളവിൽ ചെയ്യാം. 4 5
6 7 8 ഇതുപോലെ ഒരു 10 അല്ലെങ്കിൽ ഒരു 15 തവണ ഇതുപോലെ ചെയ്യാം. ഓക്കെ. ഇനി നമ്മൾ സ്ക്വാട്ട് ആണ് ചെയ്യുന്നത്. നമ്മുടെ ടൈസ് ഭാഗത്തൊക്കെയുള്ള കൊഴുപ്പുകൾ ഈ ഒരു ഏരിയയിലേക്ക് മൊത്തം മുൻഭാഗം ആയിക്കോട്ടെ പിൻഭാഗം ആയിക്കോട്ടെ നമ്മുടെ കാലിൽ അടങ്ങിയിട്ടുള്ള കൊഴുപ്പുകൾ നീക്കം ചെയ്യാൻ ഏറ്റവും നല്ല വർക്കൗട്ടാണ് സ്ക്വാട്ട് എന്നുള്ളത്. സ്ക്വാട്ടിന് വേണ്ടിയിട്ട് ഇത് എന്റെ കാലിന്റെ ഒരു വൈഡ് ശ്രദ്ധിക്കുക. ഇത്ര വൈഡായിട്ട് നിന്നാൽ മതി. ഇതുപോലെ നിന്നതിന് ശേഷം ഓക്കെ ഇതുപോലെ കൈ വെച്ച് 1 2 3 4 5 6 7 8 9 10. ഓക്കെ. ഇതുപോലെ ഒരു 20 തവണ അല്ലെങ്കിൽ ഒരു 25 തവണ ചെയ്യാം. ഓക്കെ. ഇതുപോലെ ഒരു 25 തവണ ചെയ്ത് പിന്നെ ഒരു 2-3 മിനിറ്റ് റെസ്റ്റ് എടുത്തതിന് ശേഷം വീണ്ടും കഴിയുമെങ്കിൽ ഇതുപോലെ ഒരു 25 തവണ ഇതുപോലെ വീണ്ടും ചെയ്യാം. എന്നിട്ട് വീണ്ടും ഒരു 2-3 മിനിറ്റ് റെസ്റ്റ് എടുത്തതിന് ശേഷം വീണ്ടും ഇതുപോലെ നിങ്ങൾക്ക് 25 തന്നെ ചെയ്യണമെന്നില്ല, ഒരു 15 അത്ര തവണ ചെയ്തിട്ട് ഒരു 3 റെപ്സ് ആയിട്ട് ഇതുപോലെ ചെയ്യാം. തവണകളിലായിട്ട് അങ്ങനെയല്ല, ഞാൻ ബാലൻസിന് വേണ്ടിയിട്ടാണ്. ഫസ്റ്റ് ചെയ്യുന്ന ആളുകളാണ് കൂടുതൽ ഉണ്ടാകുക. അപ്പം ബാലൻസ് ഇല്ലാതെ ചെയ്ത് കഴിഞ്ഞാൽ പുറകിലേക്ക് വീണു പോകാനുള്ള ചാൻസ് കൂടുതലാണ്. അപ്പൊ നമ്മുടെ കൈ ഇങ്ങനെ നീട്ടി പിടിച്ചു കഴിഞ്ഞാൽ മുൻഭാഗത്തേക്കും നമുക്കൊരു ബാലൻസ് കിട്ടും. ഓക്കെ ആണല്ലോ? നമ്മുടെ കൈ ഇതുപോലെ മുൻഭാഗത്തേക്ക് നീട്ടിപ്പിടിച്ച് ചെയ്യുമ്പോൾ മുൻഭാഗത്തേക്കും നമുക്കൊരു ബാലൻസ് കിട്ടും. പുറകിലേക്ക് വീണ് പോവാതിരിക്കാൻ കൂടെയാണത്. ഇത് ചെയ്ത് ശീലിച്ച ആളുകളാണെങ്കിൽ ഒരിക്കലും ഇങ്ങനെ ചെയ്യേണ്ടതില്ല. കൈ നിങ്ങൾക്ക് എങ്ങനെയാണോ കംഫർട്ട് അങ്ങനെ ചെയ്യാം. അതുപോലെ എക്സ്പീരിയൻസ് ആയിട്ടുള്ള ആളുകളാണെങ്കിൽ കയ്യിൽ എന്തെങ്കിലും ചെറിയ രീതിയിലുള്ള വെയിറ്റുകൾ വെച്ച് ഈ കാണിച്ച വർക്കൗട്ടും വെയിറ്റുകൾ വെച്ച് ചെയ്യാവുന്നതാണ്. അതുപോലെ ഡംബിൾസ് ഒക്കെ വീട്ടിലുള്ള ആളുകളാണെങ്കിൽ ഇതുപോലെ ഈ ഒരു ആക്ഷനിൽ ഡംബിൾസ് വെച്ച് ഇതുപോലെ വർക്കൗട്ട് ചെയ്യാവുന്നതാണ്. ഓക്കെ, വ്യക്തമായല്ലോ? ഞാനിപ്പോ കാണിച്ചു തരുന്നത് വർക്കൗട്ടുകൾ ചെയ്ത് പരിചയമില്ലാത്ത ആളുകൾക്ക് വേണ്ടി മാത്രമാണ്. ശീലിച്ച ആളുകൾ നിങ്ങൾക്ക് എങ്ങനെയാണോ കംഫർട്ട് അതുപോലെ ചെയ്യാം. ഓക്കെ, ഇത് മുതലാണോ 3 സ്റ്റെപ്പ് ചെയ്യേണ്ടത്? മനസ്സിലായില്ല? ഇതുവരെയുള്ളതൊക്കെ 3 സെറ്റായി ചെയ്യണോ, അല്ലെങ്കിൽ ഇതിനു മുന്നേ അല്ല അല്ല, എല്ലാ വർക്കും നമ്മളെ കൈയിൻ്റെതൊക്കെ നോർമൽ ആയിട്ട് കാണിച്ച അതുപോലെ ചെയ്താൽ മതി. ഞാനിപ്പോ കാണിച്ചല്ലോ നമ്മളെ മുട്ടുകാലിനിൽ ചെയ്തത്, അതുപോലെ ഇപ്പൊ സ്ക്വാട്ട്, ഇതൊക്കെ നമുക്കൊരു 3 സെറ്റായിട്ട് ചെയ്യാവുന്നതാണ്. ആദ്യം ചെയ്യുന്ന അതേ അളവിൽ രണ്ടാമത് ചെയ്യേണ്ടതില്ല, രണ്ടാമത് ചെയ്യുന്ന അത്ര അളവിൽ മൂന്നാമത് ചെയ്യേണ്ടതില്ല. എണ്ണം കുറച്ച് കൊണ്ടുവരാം. ഓക്കെ, അത് കുഴപ്പമില്ല. 3 സെറ്റായിട്ട് ചെയ്യാം. ഓക്കെ, നെക്സ്റ്റ് ആയിട്ട് നമ്മൾ ഇതേ രീതിയിൽ നിന്നതിന് ശേഷം ഓക്കെ ഇതുപോലെ ഓക്കെ. ഇത് നിങ്ങൾക്ക് ചെറിയ രീതിയിൽ ചെയ്താൽ മതി. ഫസ്റ്റ് ആയിട്ട് ചെയ്യുന്ന ആളുകൾക്ക് ഒരുപക്ഷെ തല മിന്നാൻ അങ്ങനെയുള്ള പ്രയാസങ്ങൾ ഉണ്ടാകാനുള്ള ചാൻസ് ഉണ്ട്. അപ്പോൾ ചെറിയ രീതിയിൽ ആദ്യം ഒരു 5 തവണ ചെയ്യുക. പിന്നീട് ഓക്കെ ആണെങ്കിൽ അടുത്ത ദിവസം ഒരു 10 തവണ ചെയ്യുക. അങ്ങനെ ഓരോ ദിവസവും അതിന്റെ കൗണ്ട് കൂട്ടി വരിക. ഓക്കെ, ആ വർക്കൗട്ട് ചെയ്ത് കഴിഞ്ഞാൽ ഒരു 1-2 മിനിറ്റ് റെസ്റ്റ് എടുത്ത് കുറച്ച് കാമായി വെള്ളത്തിന് ദാഹിക്കുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും വെള്ളം കുടിക്കണം. വർക്കൗട്ട് ചെയ്യുന്ന സമയത്ത് വെള്ളം കുടിക്കാതിരിക്കരുത്. ഓക്കെ, വീണ്ടും അതേ സ്റ്റെപ്പിൽ നമ്മൾ നിന്ന് 2 കൈ ഇതുപോലെ വെച്ച്, കാണുന്നുണ്ടെന്ന് വിശ്വസിക്കാണ്. 2 കൈ ഇതുപോലെ. ഓക്കെ ഓക്കെ, ഈ വർക്കൗട്ടും ബാക്ക് പെയിൻ ഉള്ള ആളുകളാണെങ്കിൽ അവോയ്ഡ് ചെയ്യുന്നതാണ് നല്ലത്. ഒന്നുകൂടെ കാണിക്കാം. ഓക്കെ,
ഹലോ സർ. ഓക്കെ, പറഞ്ഞോളൂ. കഴുത്തിന് തേയ്മാനമുള്ളവർക്ക് ചെയ്യാൻ പറ്റുമോ? ഈ വർക്കൗട്ടൊന്നും കഴുത്തിന് തേയ്മാനുള്ള ആളുകൾക്ക് ചെയ്യുന്നത് കൊണ്ട് യാതൊരു തടസ്സവുമില്ല. ഓക്കെ. നിങ്ങൾക്ക് അയച്ചു തന്നിട്ടുള്ള വീഡിയോയിൽ കഴുത്ത് റൊട്ടേഷൻ ചെയ്യുന്ന ഒരു വർക്കൗട്ട് ഉണ്ട്. ആ വർക്കൗട്ട് തേയ്മാനുള്ള ആളുകളാണെങ്കിൽ അത് അധികം ചെയ്യേണ്ടതില്ല. ഓക്കെ, താങ്ക് യു. ഓക്കെ ഓക്കെ, അപ്പൊ വ്യക്തമായി മനസ്സിലാക്കാണ്. ഇനി നമ്മൾ ചെറിയ രീതിയിലുള്ള ശരീരം മൊത്തം നമുക്കൊന്ന് ലൂസാക്കി എടുക്കാൻ വേണ്ടിയിട്ട് ജമ്പിങ് ജാക്സ് പോലെയുള്ള ചെറിയ രീതിയിലുള്ള വർക്കൗട്ടുകളിലേക്ക് കിടക്കുകയാണ്. ഓക്കെ, അപ്പൊ നമ്മൾ ആദ്യം ചെറിയ രീതിയിൽ ഒന്ന് ജമ്പ് ചെയ്യാം. ഓക്കെ, വലിയ രീതിയിലുള്ള ജമ്പിങ് അല്ല, ചെറിയ രീതിയിൽ നമ്മളൊന്ന് ഒരു 1-2 മിനിറ്റ് ഇതുപോലെ ജമ്പ് ചെയ്യാം. ഞാൻ വീണ്ടും പറയാണ്, നമ്മൾ ഓരോ വർക്കൗട്ടുകൾ ചെയ്ത് കഴിഞ്ഞാലും നെക്സ്റ്റ് വർക്കൗട്ട് ഉടനെ തന്നെ ചെയ്യേണ്ടതില്ല. 1-2 മിനിറ്റ് റെസ്റ്റ് കൊടുത്തിട്ട് ചെയ്താൽ മതി. ഓക്കെ ആണ്. അപ്പൊ നമ്മൾ ഇതുപോലെ ചെറിയ രീതിയിലൊന്ന് ജമ്പ് ചെയ്യാം. 1-2 മിനിറ്റ് ജമ്പ് ചെയ്തതിന് ശേഷം ഒന്ന് കൂളായി റിലാക്സ് എടുത്തതിന് ശേഷം ഞാൻ ഫസ്റ്റ് കാണിക്കുന്നത് വലിയ രീതിയിൽ നമ്മുടെ ശരീരഭാരമുള്ള ആളുകൾ, അതുപോലെ വയറൊക്കെ ഉള്ള ആളുകളാണെങ്കിൽ ജമ്പിങ് ജാക്സ് പോലെയുള്ള വർക്കൗട്ടുകൾ ഫസ്റ്റ് തന്നെ ചെയ്യാൻ ചെറിയ രീതിയിലുള്ള പ്രയാസങ്ങൾ ഉണ്ടാകും. അപ്പൊ അവർക്ക് വേണ്ടിയിട്ട് മാത്രമാണ് കാണിക്കുന്നത്. ഇതുപോലെ നമ്മുടെ വലത് കാല് വലത് ഭാഗത്തേക്ക് വെച്ച് കൈകൾ മേലിലോട്ട് ഉയർത്തുക. ഓക്കെ, ഇത് ശരിക്ക് ഇതിന്റെ യഥാർത്ഥ രൂപം ചാടിയിട്ടാണ് ചെയ്യേണ്ടത്, ജമ്പ് ചെയ്തിട്ടാണ് ചെയ്യേണ്ടത്. അപ്പോൾ വലിയ രീതിയിൽ തടി കൊണ്ട് പ്രയാസമുള്ള ആളുകൾ മാത്രം ഇതുപോലെ ഫസ്റ്റ് ആയിട്ട് ഒരു 3-4 ദിവസം ഇതുപോലെ ചെയ്യാം. 5ാമത്തെ ദിവസം മുതൽ ജമ്പ് ചെയ്തിട്ട് തന്നെ ചെയ്യാൻ കഴിയും. അതിലുള്ള വർക്കൗട്ട് ഞാൻ നെക്സ്റ്റ് കാണിച്ചു തരാം. ഓക്കെ, അപ്പൊ ഫസ്റ്റ് ഇതുപോലെ രണ്ട് കൈ മുകളിൽ ക്ലാപ്പ് ആവുന്നുണ്ട്. ഓക്കെ, ടച്ച് ചെയ്യുന്നുണ്ട് 2 കൈ മുകളിൽ. സാർ കൈ എങ്ങനെ വെക്കണ്ടെന്ന് കാണുന്നില്ല വീഡിയോയില്. അതാണ് ഞാൻ 2 കൈയും ടച്ച് ആവുന്നുണ്ടെന്ന് പറഞ്ഞു. ഇതുപോലെ. ഓക്കെ, ഓക്കെ ഓക്കെ, വ്യക്തമായിട്ട് വിശ്വസിക്കാണ്. നമ്മളിപ്പോ വലത് ഭാഗത്തേക്കാണ് ചെയ്തിട്ടുള്ളത്. ഇനി ഇടത് കൈ അതുപോലെ. ഓക്കെ, ഇതും ഒരു 20 തവണ അല്ലെങ്കിൽ ഒരു 25 തവണ ചെയ്യാം. 25 തവണയുടെ 3 തവണകളിലായിട്ട് ഒരു 25 തവണ ചെയ്യാം. ഓക്കെ, ഇനി അത്യാവശ്യം ചെറിയ രീതിയിലൊക്കെ നമുക്ക് ജമ്പ് ചെയ്യാൻ കഴിയും, വലിയ പ്രയാസങ്ങളൊന്നും ഇല്ല എങ്കിൽ അവർ ചെയ്യേണ്ടത് ജമ്പ് ചെയ്തിട്ടാണ്. ഓക്കെ, ഇതുപോലെ. അപ്പോ ഒറ്റയടിക്ക് ഇതുപോലെ ചെയ്യാൻ കഴിയുന്നില്ലെങ്കിൽ ഇവിടെ ചെറിയ രീതിയിൽ ഒന്ന് ഹോൾഡ് ചെയ്ത് ഓക്കെ ഇങ്ങനെ ഒരു 3-4 ദിവസം പ്രാക്ടീസ് ചെയ്യാം. 5ാമത്തെ ദിവസം ഓട്ടോമാറ്റിക് ആയിട്ട് നിങ്ങൾ ഇതുപോലെ നോൺ സ്റ്റോപ്പ് ആയിട്ട് നിങ്ങൾക്ക് ചെയ്യാൻ കഴിയും. കുറച്ച് ക്യാമറയുടെ കുറച്ച് നടുവിലേക്ക് വന്നാൽ നന്നായിരുന്നു. നമുക്ക് ഇവിടെ ചെറിയൊരു സ്ഥലപരിമിതി ഉണ്ട്, അതുകൊണ്ടാണ് ഞാൻ ആദ്യത്തിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു നമ്മൾ എന്നും ചെയ്യുന്ന സ്ഥലത്തല്ല ഇന്ന് വർക്കൗട്ട് ചെയ്യുന്നത്, അതുകൊണ്ടുണ്ടായിരുന്ന ഒരു ബുദ്ധിമുട്ടാണ്. അടുത്ത ക്ലാസ് മുതൽ അങ്ങനെ ഉണ്ടാവില്ല. ഓക്കെ ഓക്കെ, അപ്പൊ നമ്മൾ ഇതാണ് ഇതുപോലെ. ഓക്കെ, ഞാൻ പറഞ്ഞത് ഇവിടെ ഒന്ന് ഹോൾഡ് ചെയ്ത് ഫസ്റ്റ് ആയിട്ട് ചെയ്യുന്ന ആളുകൾ ഇതുപോലെ ഒന്ന് ഹോൾഡ് ചെയ്ത് ഓക്കെ ഒരു 3-4 ദിവസം ഇതുപോലെ പ്രാക്ടീസ് ചെയ്യാം. തീർച്ചയായിട്ടും 5ാമത്തെ ദിവസം ഓട്ടോമാറ്റിക് ആയിട്ട് നിങ്ങളുടെ സ്റ്റാമിന ബൂസ്റ്റ് ആകുന്നുണ്ട്. അതുപോലെ നിങ്ങൾ പ്രാക്ടീസ് ആകുന്നത് കൊണ്ട് തന്നെ നിങ്ങൾക്ക് കണ്ടിന്യൂ ആയിട്ട് നോൺ സ്റ്റോപ്പ് ആയിട്ട് നിങ്ങൾക്ക് ചെയ്യാൻ കഴിയും. ഓക്കെ, ഇങ്ങനെ ഒരു 20-25 തവണ ചെയ്ത് ഒരു 1-2 മിനിറ്റ് റെസ്റ്റ് എടുക്കുക. ചെറിയ രീതിയിൽ വെള്ളത്തിന് ദാഹിക്കുന്നുണ്ടെങ്കിൽ വെള്ളം കുടിക്കുക. വീണ്ടും ഒരു 15-20 തവണ ഇതുപോലെ ചെയ്യാം. ഞാൻ കാണിച്ചു തന്നതുപോലെ ചെയ്യാം. റെസ്റ്റ് എടുക്കുക. വീണ്ടും കേട്ടില്ല. നമ്മൾ ആദ്യം ഒരു 20 തവണ ചെയ്തിട്ടുണ്ടെങ്കിൽ 2ാമത്തത് 25 തവണ ചെയ്യേണ്ടതില്ല. ഒരു 20-15 ഇതിന്റെ ഇടയിലായിട്ട് ചെയ്യാം. പിന്നീട് ഒരു 10-15 ഇടയിലായിട്ട് ചെയ്യാം.
ഓക്കെ. സാർ മുട്ടുവേദനയുണ്ട്. മുട്ടുവേദന ഉണ്ടെങ്കിലും ഈ വർക്കൗട്ടൊക്കെ നിങ്ങൾ കഴിയുന്ന രീതിയിൽ ചെയ്യാവുന്നതാണ്. മാക്സിമം എത്ര ചെയ്യാ ഒരു ദിവസം ജമ്പിങ് ജാക്സ്? മാക്സിമം നിങ്ങൾക്ക് എത്ര ചെയ്യാൻ കഴിയുമോ അത്രയും ചെയ്യാം. അത് നിങ്ങളുടെ ശരീരത്തിന് അത്രയും ഗുണം ഉണ്ടാവുള്ളൂ. വർക്കൗട്ടുകൾ കൂടുതൽ ചെയ്യുന്നതുകൊണ്ട് പ്രയാസങ്ങൾ ഉണ്ടാവില്ല. ഡെലിവറിക്ക് ശേഷം വയറ് കുറയും നമുക്ക്. അത് നമ്മൾ ഓൾറെഡി ഡയറ്റ് എടുക്കുന്നുണ്ടല്ലോ. ഡയറ്റ് കൊണ്ട് തന്നെ നമുക്ക് അതൊരു വിധം ചുരുക്കി കൊണ്ടുവരാൻ കഴിയുന്നുണ്ട്. അതിനോട് കൂടെ വർക്കൗട്ട് കൂടെ ആകുമ്പോൾ നല്ല രീതിയിലുള്ള റിസൾട്ട് കിട്ടും. ഹീൽ പെയിനിന് എന്തെങ്കിലും ഇതുണ്ടോ എക്സസൈസ്? ഹീൽ പെയിൻ തീർച്ചയായിട്ടും അതിനുള്ള വർക്കൗട്ട്, സ്പെഷ്യൽ ആയിട്ടുള്ള വർക്കൗട്ടുകൾ ഉണ്ട്. അത് നമ്മുടെ ഡയറ്റ് ട്രെയിനേഴ്സിനോട് ചോദിച്ചു കഴിഞ്ഞാൽ അതിന്റെ ലിങ്ക് അവർ അയച്ചു തരും. ഓക്കെ. കാരണം എനിക്ക് സിവിയർ ഹീൽ പെയിൻ ഉണ്ട് സർ. ഓക്കെ ഓക്കെ ഓക്കെ. എനിക്ക് മുട്ട് നല്ല വേദനയാണ് സാർ. ഞാൻ നിങ്ങൾ ചെറിയ രീതിയിൽ ചെയ്തു തുടങ്ങുക വർക്കൗട്ടുകൾ. ഫസ്റ്റ് തന്നെ ഇമ്പ്രൂവ് ആയിട്ട് ചെയ്യാൻ കഴിയില്ല, പക്ഷെ ചെയ്ത് കഴിഞ്ഞാൽ ഇപ്പൊ നമ്മള് സ്റ്റാർട്ട് ചെയ്യുന്ന ദിവസം തന്നെ ഇങ്ങനെ 25ഉം 15 ഇപ്പൊ സാറ് പറഞ്ഞ ആ കൗണ്ടിലാണോ ചെയ്യേണ്ടത്? വേണ്ട, അതിലാണ് ഞാൻ ആദ്യം പറഞ്ഞത്. നിങ്ങൾക്ക് എത്രയാണോ കഴിയുന്നത് അത്ര വെച്ച് സ്റ്റാർട്ട് ചെയ്യാം. ഓരോ ദിവസവും അതിന്റെ കൗണ്ട് കൂട്ടി വരിക. അതല്ല, നമുക്ക് പെട്ടെന്ന് സ്റ്റാർട്ട് ചെയ്യുമ്പോൾ നമ്മൾ എക്സസൈസ് ചെയ്യാത്ത ഒരാളാവുമ്പോ സ്റ്റാർട്ട് ചെയ്യുമ്പോൾ നമുക്ക് മസിൽ പെയിൻ ഒക്കെ കൂടി നെക്സ്റ്റ് ഡേ ചെയ്യാൻ പറ്റാത്ത ഒരു അവസ്ഥ വരാതിരിക്കാൻ നമ്മൾ എത്ര കൗണ്ട് ആയിരിക്കും ചെയ്യേണ്ടി വരിക? അതിനാണ് നിങ്ങൾ അങ്ങനെ പെയിനുകളും അതുപോലെ മസിൽ പിടിക്കുന്ന ആ ഒരു അവസ്ഥയിലൊക്കെ എത്തണമെങ്കിൽ ഞാൻ ഈ പറഞ്ഞ കൗണ്ടിൽ ഫസ്റ്റ് തന്നെ നിങ്ങൾ ചെയ്യണം. അത്ര നിങ്ങൾക്ക് ചെയ്യാൻ കഴിയില്ല സ്റ്റാർട്ടിങ്ങിൽ. ഓക്കെ. അപ്പൊ നിങ്ങൾ ഒരു 10 തവണ അല്ലെങ്കിൽ ഒരു 12 തവണ ഒക്കെ ചെയ്ത് സ്റ്റോപ്പ് ചെയ്യാം. പിന്നീട് കൂട്ടി കൊണ്ടുവരാം. ഹലോ സാർ, നമുക്ക് ചോദ്യങ്ങൾ ചോദിക്കാൻ തീർച്ചയായിട്ടും നമ്മൾ ലാസ്റ്റ് ഒരു 5 മിനിറ്റ് നിങ്ങൾക്ക് സമയം തരും. ഓക്കെ. അപ്പൊ നമ്മൾ ഇപ്പോ ഇതേപോലെ തന്നെയാണ്. അധികം ശരീരഭാരമുള്ള ആളുകളാണെങ്കിൽ അവർക്ക് വേണ്ടിയിട്ടാണ് ഇതുപോലെ കൈകൾ ഇതുപോലെ നീർത്തി വെച്ച് നമ്മുടെ മുട്ട് ഇതുപോലെ. ഓക്കെ. നമ്മുടെ കൈന്റെ ഈ വെള്ള ഭാഗത്തിലേക്ക് നമ്മുടെ കാൽമുട്ട് കൊണ്ടെത്തിക്കുക. ഓക്കെ. ഇത് ശരീരഭാരം കൊണ്ട് വല്ലാണ്ട് ബുദ്ധിമുട്ടുന്ന ചാടാന് മുട്ടുവേദന പോലെയുള്ള പ്രയാസമുള്ള ആളുകൾക്ക് മാത്രം അവരാണ് ഇങ്ങനെ ചെയ്യേണ്ടത്. ഓക്കെ ഓക്കെ. അതായത് പ്രയാസങ്ങളൊന്നും ഇല്ലാത്ത ആളുകളാണെങ്കിൽ ചെറിയ രീതിയിലെങ്കിലും ഇതുപോലെ ഓക്കെ ഇതുപോലെ ഒരു 15 തവണ ചെയ്യാം. റെസ്റ്റ് എടുക്കുക. നെക്സ്റ്റ് തവണ ഒരു 12 തവണ ചെയ്യാം. റെസ്റ്റ് എടുത്ത് മൂന്നാമത്തെ തവണ ഒരു 10 തവണ ചെയ്യാം. ഇത് ബിഗിനേഴ്സ് ആയ തുടക്കത്തിലുള്ള ആളുകളാണെങ്കിൽ ഇത്രയും തവണ ചെയ്യേണ്ടതില്ല. നിങ്ങൾക്ക് ഓക്കെ ആണെന്ന് തോന്നുന്ന ആ ഒരു എണ്ണം അതിൽ ചെയ്യാം. ഓക്കെ, ക്ലിയർ ആണല്ലോ അല്ലേ? ഇനി പുഷപ്പാണ് നമ്മൾ ചെയ്യേണ്ടത്. പുഷപ്പിന് നമ്മൾ എന്തെങ്കിലും ഒരു മേശ പോലെയുള്ള നമ്മളെ വീടുകളിൽ ടേബിൾ പോലെയുള്ള കാര്യങ്ങളൊക്കെ ഉണ്ടാകും. അതിൽ നമ്മൾ നമുക്ക് തുടക്കത്തില് ഫ്ലോറിൽ ഇരുന്നിട്ടുള്ള പുഷപ്പ് ചെയ്യാൻ പ്രയാസമുള്ള ആളുകളാണെങ്കിൽ ഇവിടെ ഇപ്പൊ ടേബിൾ നിങ്ങൾക്ക് കാണിച്ചു തരാൻ ഇല്ലാത്തത് കൊണ്ടുള്ള ബുദ്ധിമുട്ടാണ്. ഞാൻ വേറൊരു മെത്തേഡ് കാണിച്ചു തരാം. നമ്മുടെ മുട്ട് കുത്തിയിട്ട് ഫ്ലോറിൽ ഇതുപോലെ ഓക്കെ ഇതുപോലെ മുട്ട് നമ്മുടെ ഫ്ലോറിൽ ഇതുപോലെ ബാലൻസ് ചെയ്ത് പുഷപ്പ് ഇങ്ങനെയാണ് നമ്മൾ പുഷപ്പ് ചെയ്യുന്നത്. ഓക്കെ, നമ്മുടെ ശരീരത്തിന്റെ മുഴുവൻ ഭാരവും നമുക്ക് കൈകളിൽ താങ്ങേണ്ടതില്ല. അതുകൊണ്ട് ഈസിയാണ്. ഫസ്റ്റ് ആയിട്ട് ചെയ്യുന്ന ആളുകൾക്കും ഈസി ആയിട്ട് പുഷപ്പ് ചെയ്യാൻ കഴിയും. ഓക്കെ, പകുതി ഭാരം മാത്രമേ നമ്മുടെ കൈകളിലേക്ക് എത്തുന്നുള്ളൂ. ഇങ്ങനെ നമുക്ക് പുഷപ്പ് പ്രാക്ടീസ് ചെയ്യാൻ കഴിയും. ഓക്കെ, പുഷപ്പ് എല്ലാം കൊണ്ടും നമ്മുടെ കൈകൾക്ക് അതുപോലെ ഷോൾഡറിന് നമ്മുടെ ജസ്റ്റിന് വയറിന് ഈ ഭാഗത്തേക്കൊക്കെ നമുക്ക് വളരെ എഫക്റ്റീവ് ആയിട്ടുള്ള ഒരു വർക്കൗട്ടാണ് പുഷപ്പ്. അപ്പൊ എല്ലാ ദിവസവും തീർച്ചയായിട്ടും വണ്ണം കുറയാന്ന് മാത്രമല്ല അവിടെയുള്ള കൊഴുപ്പുകളൊക്കെ നീക്കി നമുക്ക് അവിടെയൊക്കെ നല്ല രീതിയിൽ മസിൽ ബിൽഡ് ചെയ്യാൻ കഴിയും. ഓക്കെ, അപ്പൊ നമ്മൾ ഇതുപോലെ അപ്പൊ ചെറിയ രീതിയിൽ മുട്ടുവേദന അങ്ങനെയുള്ള ആളുകളൊക്കെ ആണെങ്കിൽ മുട്ടിന്റെ ഭാഗത്തേക്ക് 2 തലയിണ പോലെയുള്ള വസ്തുക്കളൊക്കെ വെച്ചാൽ മതി. ഓക്കെ, മുട്ട് പ്രസ് ആവാതിരിക്കാൻ വേണ്ടിയിട്ട് എന്തെങ്കിലും സോഫ്റ്റ് ആയിട്ടുള്ള വല്ല വസ്തുക്കളും
മുട്ടിന്റെ ഭാഗത്ത് വെച്ചതിന് ശേഷം ഇതുപോലെ, അല്ലെങ്കിൽ നമുക്ക് മുട്ട് വല്ലാണ്ട് വേദനയായി കഴിഞ്ഞാലും കൂടുതൽ രീതിയിൽ വർക്കൗട്ട് ചെയ്യാൻ കഴിയില്ല. അപ്പൊ ഇതുപോലെ പ്രാക്ടീസ് ചെയ്ത് തുടങ്ങാം. ഓക്കെ, ആദ്യത്തെ ദിവസം ഒരു 5 തവണ അല്ലെങ്കിൽ ഒരു 6 തവണ ചെയ്യാം. കൂടുതൽ ചെയ്യാൻ കഴിയുന്ന ആളുകൾ എത്രയും ചെയ്യുക, കൂടുതൽ ചെയ്യുക. ഓക്കെ, കൈകൾക്ക് അത്യാവശ്യം സ്ട്രെങ്ത് ഒക്കെ ഉള്ള ആളുകളാണെങ്കിൽ 10, 12, 15 തവണ ഒക്കെ ചെയ്യാം. അങ്ങനെ ഒരു 10 തവണ അല്ലെങ്കിൽ 12 തവണ ഒക്കെ ചെയ്ത് 2 മിനിറ്റ് റെസ്റ്റ് എടുത്തതിന് ശേഷം വീണ്ടും അതുപോലെ ചെയ്യാം. അങ്ങനെ 3 തവണകളിലായിട്ട് കൂടുതൽ ചെയ്യാം. നിങ്ങൾ ശരിക്ക് ഈ ഒരു വർക്കൗട്ട് ഇത് കൂടുതലായിട്ട് നിങ്ങൾക്ക് ഈസി ആയിട്ട് ചെയ്യാൻ കഴിയുന്നുണ്ടെങ്കിൽ അതിനർത്ഥം നിങ്ങൾക്ക് യഥാർത്ഥ രീതിയിലുള്ള പുഷപ്പ് വളരെ ഈസി ആയിട്ട് ചെയ്യാൻ കഴിയും എന്നുള്ളതാണ്. യഥാർത്ഥ രീതിയിൽ എന്ന് പറഞ്ഞാൽ ഇതുപോലെയാണ്. നമ്മുടെ മുട്ട് ഫ്ലോറിൽ വെക്കേണ്ടതില്ല, ഇതുപോലെ ഉണ്ട്. ഓക്കെ, ഓക്കെ, തീർച്ചയായിട്ടും പറയുന്നു നമ്മുടെ ചെസ്റ്റ്, വയറ്, കൈകൾക്കൊക്കെ നല്ല എഫക്റ്റീവ് ആയിട്ടുള്ള ഒരു വർക്കൗട്ട് തന്നെയാണ് നമ്മുടെ പുഷപ്പ് എന്നുള്ളത്. വയറ് കുറയാനും അതുപോലെ കൈകൾക്ക് ശരീരത്തിന് മൊത്തത്തിൽ ഷേപ്പ് വരാനും എല്ലാത്തിനും നിങ്ങളെ സഹായിക്കുന്ന ഒരു വർക്കൗട്ട് തന്നെയാണ്. അപ്പൊ കഴിയുന്ന എല്ലാ ദിവസവും പുഷപ്പ് ഒഴിവാക്കാതിരിക്കുക. ഓക്കെ, കേൾക്കുന്നുണ്ടല്ലോ അല്ലേ? ഓക്കെ, അപ്പൊ നമ്മുടെ ഇന്നത്തെ ക്ലാസ് നമ്മളിവിടെ വൈൻഡപ്പ് ചെയ്യാണ്. മുന്നേയുള്ള ക്ലാസ്സിൽ, കഴിഞ്ഞ ആഴ്ചത്തെ ക്ലാസ്സിൽ നമ്മൾ വയറിനാണ് ഫോക്കസ് ചെയ്തിട്ടുണ്ടായിരുന്നത്. വയറ് കുറയാൻ വേണ്ടിയിട്ടുള്ള ഒരുപാട് വർക്കൗട്ടുകൾ ആ ക്ലാസ്സിൽ നമ്മൾ പറഞ്ഞു ഹലോ ഹലോ പറഞ്ഞോളൂ. വയറിന് കൈക്കൊണ്ട് ചെയ്യാൻ പറ്റുമോ? കഴിഞ്ഞ ആഴ്ചയിൽ നമ്മൾ കൈക്ക് തന്നിട്ടില്ലായിരുന്നു. കഴിഞ്ഞ ആഴ്ചയിൽ നമ്മൾ കഴിഞ്ഞ ആഴ്ച മുന്നത്തെ ആഴ്ചയിൽ കാര്യമായിട്ട് വയറിനുള്ളതായിരുന്നു. നെക്സ്റ്റ് ക്ലാസ്സിൽ നമ്മൾ ഹലോ ഹലോ പറഞ്ഞോളൂ. കൈയിന്റെ തണ്ടയ്ക്ക് ഭയങ്കര കടച്ചിലാണ് നമ്മുടെ ജംഷാദ് ഈസി എന്ന് പറയുന്ന ആള് കാര്യമായിട്ട് എന്തോ പറയുന്നുണ്ട്, പക്ഷെ ഇവിടേക്ക് വ്യക്തമായിട്ടൊന്നും കേൾക്കുന്നില്ല. ഹലോ സാർ, ആ പറഞ്ഞോളൂ. കൈയിന്റെ കൈത്തണ്ടക്ക് ഭയങ്കര കടച്ചിലുണ്ട്. അത് എക്സസൈസ് ചെയ്യുന്നതുകൊണ്ടാണ്. മനസ്സിലായില്ല? കൈത്തണ്ടക്ക് രണ്ട് കൈത്തിന്റെ തണ്ടക്കും ഭയങ്കര കടച്ചിൽ അനുഭവപ്പെടുന്നുണ്ട്. എക്സസൈസ് ചെയ്യുന്നത് കൊണ്ടാവോ എന്ന് ചോദിക്കുക. ഇല്ല, എക്സസൈസ് നിങ്ങള് പുഷപ്പ് പോലെയുള്ള വർക്കൗട്ടുകൾ ധാരാളമായിട്ട് ചെയ്യാറുണ്ടോ? ആ, കുറച്ചൊക്കെ സാർ ഇപ്പൊ പറഞ്ഞ പോലെ കാലിങ്ങനെ മുട്ടിന് വെച്ചിട്ട് അങ്ങനെ ചെയ്യാറുണ്ട്. അതുകൊണ്ട് മാത്രം കൈയിന് അങ്ങനെ വേദന വരാൻ ചാൻസ് ഇല്ല. നിങ്ങൾക്ക് എന്തെങ്കിലും വൈറ്റമിന്റെ കുറവുകൾ എന്തെങ്കിലും ഉണ്ടാകാം. നിങ്ങൾ ഈ വിഷയം തീർച്ചയായിട്ടും ട്രെയിനേഴ്സിനോടൊന്ന് പങ്കുവെക്കണം. എന്തെങ്കിലും വിഷയം ഉണ്ടെങ്കിൽ അവർ നിങ്ങൾക്ക് പറഞ്ഞു തരും, എന്തെങ്കിലും മെഡിസിനുകൾ ചെയ്യേണ്ടതുണ്ടെങ്കിൽ. ഓക്കെ, സാർ വയറ് കുറയാനുള്ള എക്സസൈസ് ഒന്നുകൂടി കാണിച്ചു തരും അടുത്ത വീക്കിൽ? തീർച്ചയായിട്ടും നമ്മൾ നെക്സ്റ്റ് വീക്കിൽ കാര്യമായിട്ട് ഫോക്കസ് ചെയ്യുന്നത് വയറിന് വേണ്ടിയിട്ടുള്ള വർക്കൗട്ടുകൾ തന്നെയായിരുന്നു. അപ്പോൾ കഴിഞ്ഞ ആഴ്ചന്റെ മുന്നത്തെ ആഴ്ച നമ്മൾ വയറിന് വേണ്ടിയിട്ടുള്ള വർക്കൗട്ട് ആയിരുന്നു ചെയ്തിട്ടുണ്ടായിരുന്നു. പക്ഷേ ചെറിയൊരു ട്രബിൾ കാരണം യൂട്യൂബിൽ അതിന്റെ ക്ലാസ്സുകൾ വന്നിട്ടുണ്ടായിരുന്നില്ല, ബ്ലാങ്ക് ആയിട്ടായിരുന്നു ഉണ്ടായിരുന്നത് അല്ലേ? നമ്മള് 1 വീക്ക് ആയിട്ടുള്ളൂ ഇതിൽ ജോയിൻ ചെയ്തിട്ട്, അപ്പൊ അത് ക്ലാസ് കാണാൻ പറ്റിട്ട്. പേടിക്കേണ്ടതില്ല. നമ്മൾ അടുത്ത ആഴ്ചത്തെ ക്ലാസ് കാര്യമായിട്ടും വയറിന് വേണ്ടിയിട്ട് തന്നെയാണ് കാണിക്കുക. ഓക്കെ, ഓക്കെ, തീർച്ചയായിട്ടും നിങ്ങൾക്ക് ആ ക്ലാസ്സുകളുടെ ലിങ്കുകൾ യൂട്യൂബിൽ കാണാൻ കഴിയും. അപ്പൊ എല്ലാവർക്കും നല്ല രീതിയിലുള്ള ആരോഗ്യകരമായ ഒരു ജീവിതം ആശംസിക്കുകയാണ്. എല്ലാവരും മാക്സിമം കഴിയുന്ന രീതിയിൽ തന്നെ, സമയപരിമിതിയൊക്കെ ഉണ്ട് എല്ലാവർക്കും അറിയാം, പക്ഷെ കഴിയുന്ന രീതിയിൽ എല്ലാ ദിവസവും ഒരു സമയം വർക്കൗട്ട് ചെയ്യാൻ വേണ്ടി മാറ്റി വെക്കുക. എല്ലാവർക്കും പറഞ്ഞോളൂ. നമുക്ക് ഗ്രൂപ്പിൽ തന്നിട്ടുള്ളത് ഒരു 10 മിനിറ്റിന്റെ എക്സസൈസ് വീഡിയോ, പിന്നെ ഒരു 19 മിനിറ്റിന്റെ ആണ്. അപ്പൊ അതിൽ ഏതെങ്കിലും ഒന്ന് ചെയ്താൽ മതി എന്നാ പറഞ്ഞ. അപ്പൊ ഒരു ദിവസം 20 മിനിറ്റ് എക്സസൈസ് മതിയോ? പോരാ. അതാണ് പറഞ്ഞത്, നിങ്ങൾക്ക് എത്ര ചെയ്യാൻ കഴിയോ 20 മിനിറ്റ് എങ്കിലും മിനിമം, മാക്സിമം അല്ല അത് പറയുന്നത്. മിനിമം എങ്കിലും 20 മിനിറ്റ് ചെയ്യണം.
നിങ്ങൾക്ക് എത്ര ചെയ്യാൻ കഴിയുമോ അത്രയും കൂടുതൽ ചെയ്യാം. ഓക്കെ, രാവിലെ 30 മിനിറ്റ് അങ്ങനായിട്ട് ചെയ്യാൻ പറ്റുമോ? അങ്ങനെയല്ല നല്ലത്. നമുക്ക് 2 നേരം വർക്കൗട്ട് ചെയ്യുന്നതിനല്ല നല്ലത്, ഒരു തവണ നന്നായിട്ട് ചെയ്യാം. നമ്മുടെ ജിമ്മിനൊക്കെ പോകുന്ന ആളുകൾ ക്ലാസ്സിലുണ്ടെങ്കിൽ അവർക്ക് മനസ്സിലാവും. നമ്മുടെ വർക്കൗട്ട് ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ ശരീരത്തിന് ആ പാർട്സിന് നമ്മൾ ഒരു 24 മണിക്കൂർ റെസ്റ്റ് കൊടുക്കേണ്ടതുണ്ട്. ഓക്കെ, അപ്പൊ തീർച്ചയായിട്ടും നമ്മൾ 2 തവണ ചെയ്യുമ്പോൾ 24 മണി മോർണിംഗും ഈവനിങ്ങും ചെയ്യുന്നത് നല്ലതല്ല. അത് 2 വാക്കിംഗ് പോലെയുള്ള വർക്കൗട്ടുകൾ കുഴപ്പമില്ല. നമ്മൾ വാക്കിങ്ങിന് പോവുക അങ്ങനെയുള്ളതൊക്കെ നല്ലതാണ്. വർക്കൗട്ടായിട്ട് ചെയ്യുന്നത് 2 തവണ ചെയ്യുന്നത് അത്ര നല്ലതല്ല. ഒരു തവണ ചെയ്താൽ മതി. വൈകിട്ട് വർക്കൗട്ട് ചെയ്യുന്നത് കുഴപ്പമുണ്ടോ? അപ്പൊ നമ്മുടെ ഇന്നത്തെ സമയം കഴിഞ്ഞിട്ടുണ്ട്. ഇനി എന്തെങ്കിലും സംശയങ്ങളൊക്കെ ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും നമ്മുടെ ഡയറ്റ് ട്രെയിനേഴ്സിനോട് നിങ്ങൾ ചോദിക്കുക. അവർ തീർച്ചയായിട്ടും നമ്മളടുത്ത് പറയുന്നതാണ്. അപ്പൊ അതിനനുസരിച്ച് നിങ്ങൾക്ക് കാര്യങ്ങൾ അറിയിച്ചു തരും. ഓക്കെ, അപ്പൊ എല്ലാവർക്കും നന്ദി. ഗുഡ് ഈവനിങ്.